ഞാൻ ചെറുപ്പം മുതലേ ഒരു ആവറേജ് കുട്ടിയായിരുന്നു. ആവറേജ് എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലും ഞാൻ ആവറേജ് ആയിരുന്നു. പ്രത്യേകിച്ച് നമ്മളൊരാളുടെ കഴിവും അല്ലെങ്കിൽ ആളുടെ ഒരു ലൈക് പൊട്ടൻഷ്യലൊക്കെ അളക്കുന്നത് പഠിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിൽ. മോസ്റ്റ്ലി എൻ്റെ ചൈൽഡ്ഹുഡ് ഒക്കെ എന്ന് പറഞ്ഞാൽ ലുക്ക് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പം നമ്മുടെ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് ഒക്കെ ആ സമയത്ത് വളരെ ഡിഫറെൻ്റ് ആയിരുന്നല്ലോ. അപ്പം അതിൽ ഏത് ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിലും ഞാനൊരു ആവറേജ് കുട്ടിയായിരുന്നു. ആവറേജ് ആയിട്ട് പഠിക്കും. എനിക്കങ്ങനെ എക്സ്ട്രാ ആയിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യത്തിനും കറക്റ്റായിട്ടൊരു കഴിവുണ്ട് അല്ലെങ്കിൽ ഇതിൽ ഞാൻ എക്സലാന്ന് പറയാൻ വേണ്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. കാണാനും ഞാൻ കുറച്ച് നല്ല ഇരുന്നറായിട്ട് പ്രത്യേകിച്ച് നല്ല ഭംഗിയുള്ള ഫീച്ചേഴ്സ് ഒന്നും ഉണ്ടെന്നൊന്നും ഒരിക്കലും എനിക്ക് തോന്നാത്ത അങ്ങനെയുള്ള ഒരുപാട് ബോഡി ഷെയിം ചെയ്യപ്പെട്ടിട്ടൊക്കെ ഉള്ള ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ലൈഫിൽ എൻ്റെ ഒരു കപ്പാസിറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു എൻ്റെ പൊട്ടൻഷ്യൽ വെച്ചിട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റും അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഞാൻ എത്തിപ്പെടും എന്നുള്ളത് ഞാൻ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല. അപ്പം ആ ഒരു ആവറേജ് എന്നുള്ളൊരു കാര്യം ഞാൻ എൻ്റെ ഉള്ളത് തന്നെ ഞാൻ മറ്റുള്ളവരായിട്ട് ഞാനിനെ കമ്പയർ ചെയ്തിട്ട് ഞാൻ പഠിച്ചു വെച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു, മനസ്സിലാക്കി വെച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഇപ്പൊ ഫിനാൻഷ്യലി നോക്കുകയാണെങ്കിൽ എൻ്റെ വീട്ടില് സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് ഞാൻ ജനിച്ചു വളർന്നൊക്കെ. മിഡിൽ ക്ലാസ് എന്ന് പോലും പറയാൻ പറ്റില്ല. കാരണം ഞാനൊരു +2 ഡിഗ്രി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ആകുമ്പോഴാണ് ഞങ്ങളൊരു നല്ല വീട് വെക്കുന്നത്. അതുവരെ ഒരു ചെറിയൊരു കടമുറി ഉണ്ടായിരുന്നു. നമ്മുടെ ഞങ്ങളൊക്കെ ഒരു ചെറിയൊരു കടമുറി വാങ്ങിച്ചിട്ട് ആ കടമുറിയിൽ ഒറ്റ റൂമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ചെറിയൊരു അടുക്കള എക്സ്റ്റെൻഡ് ചെയ്തെടുത്തിട്ടാണ് ഞങ്ങളൊരു ഡിഗ്രി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ വരെ ഞാൻ താമസിച്ചിട്ടുണ്ടായത്. അപ്പോൾ ആ സമയത്ത് മഴക്കാലത്തൊക്കെ നന്നായിട്ട് വെള്ളം ചോരുമായിരുന്നു. എന്നിട്ട് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച അമ്മയും അച്ഛനും എല്ലാം കൂടെ കുറെ പാത്രങ്ങളൊക്കെ വെച്ചിട്ട് വെള്ളം പിടിക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പൊ ഇതൊക്കെ ഇന്ന് പറയുമ്പോൾ പിന്നെ പുരാണം പറയാന്ന് പറയും. ബട്ട് ഇപ്പൊ എനിക്ക് അതെല്ലാം ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ അതിൽ നിന്നൊക്കെ ഒരുപാട് മുന്നോട്ട് നടന്നു. അപ്പൊ ആ സമയത്തൊക്കെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് സ്വന്തമായിട്ടൊരു മുറി വേണം, സ്വന്തമായിട്ടൊരു ലാപ്ടോപ്പ് വേണം, സ്വന്തമായിട്ടൊരു സൈക്കിൾ വേണം. ഇതൊക്കെ തന്നെ ആയിരുന്നു എൻ്റെ വലിയ വലിയ സ്വപ്നങ്ങൾ. അതിൽ കൂടുതലൊക്കെ എന്തെങ്കിലുമൊക്കെ സ്വപ്നം കാണാനുള്ള കപ്പാസിറ്റി പോലും എനിക്കുണ്ട് എന്നുള്ളത് ഞാൻ വിശ്വസിച്ചിരുന്നില്ല. സോ ആ സമയത്തൊക്കെ നമ്മളിങ്ങനെ രാത്രി കിടക്കുമ്പോൾ അല്ലാതെ നമ്മൾ ചുമ്മാ ഇങ്ങനെ രാവിലെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സ്വപ്നം കാണില്ലേ, അങ്ങനെ ഞാൻ സ്വപ്നം കണ്ട കുറേ കാര്യങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ നാട്ടിൽ തന്നെ ഏതെങ്കിലും അത്യാവശ്യം ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫാമിലി ഉണ്ടാവും. ഫിനാൻഷ്യലി എന്ന് വെച്ചാൽ അത്യാവശ്യം കുറച്ച് ഒരു അടച്ചുറപ്പുള്ള ഒരു വീടുള്ള അല്ലെങ്കിൽ നന്നായിട്ട് വസ്ത്രം ധരിക്കുന്ന നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന ഒരു വീടുണ്ട്. അപ്പൊ ആ വീട്ടിലൊരു കുട്ടിയായിട്ട് ഞാൻ ജനിച്ചിരുന്നെങ്കിൽ, അതിലിങ്ങനത്തെ ഒരു കഴിവുള്ള ഒരു കുട്ടിയായിട്ട് ഞാൻ ജനിച്ചിരുന്നെങ്കിൽ, ഈ പറയുന്ന എനിക്കില്ലാന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ എനിക്കുള്ള ഒരാളായിട്ട് ഞാൻ ജനിച്ചിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും എൻ്റെ ലൈഫ്, ഞാൻ എങ്ങനെയായിരിക്കും സ്കൂളിൽ പോവുക, എൻ്റെ ഫ്രണ്ട്സൊക്കെ എങ്ങനെയുള്ളതായിരിക്കും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ സാറ്റർഡേ സൺഡേസ് ആ വീട്ടിൽ എങ്ങനെയായിരിക്കും സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് സ്വപ്നം കണ്ട് നടന്നിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. പക്ഷെ ഇന്ന് ലൈഫ് എന്ന് ഞാൻ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അത്ര ആവറേജ് അല്ലാത്ത, അല്ലെങ്കിൽ ഞാൻ വേറൊരാളായിട്ട് കമ്പയർ ചെയ്തല്ല പറയുന്നത്, പക്ഷെ ഞാൻ എവിടെ നിന്ന് വന്നോ അവിടെ നിന്ന് ഞാൻ എത്തി നിൽക്കുന്ന ഒരു പൊസിഷൻ ഞാൻ നോക്കുമ്പോൾ ഹാവ് ഡൺ സോ മെനി എക്സ്ട്രാ ഓർഡിനറി തിങ്സ് ഇൻ മൈ ലൈഫ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ ബ്ലഡ് ലൈനിൽ തന്നെ പല പല കാര്യങ്ങളും ബ്രേക്ക് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ പലരും ചെയ്യാൻ മടിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള, പലതും അച്ചീവ് ചെയ്തിട്ടുള്ള ഒരു വുമണായിട്ട് ഞാൻ മാറിയിട്ടുണ്ട്. അത് ആ ഒരു ആവറേജ് പെൺകുട്ടിയിൽ നിന്ന് അത്രയും കാര്യങ്ങളിലോട്ട് റീച്ച് ആവാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തൊരു കാര്യം എന്താ പറയുക, ഞാൻ എപ്പോഴും പല കാര്യങ്ങളും പഠിക്കാൻ ഞാൻ ഭയങ്കര ഓപ്പൺ ആയിരുന്നു എന്നുള്ളതാണ്. ഇപ്പം ഈ എടുക്കുന്ന വീഡിയോ തന്നെ ഇതൊരു ചെറിയ യൂട്യൂബ് സ്റ്റുഡിയോ ഞാൻ സെറ്റ് ചെയ്തതാണ്. എനിക്ക് ക്യാമറ കൈകാര്യം ചെയ്യാൻ കാര്യമായിട്ട് അറിയില്ല, എനിക്ക് ലൈറ്റിംഗ് അറിയില്ല. ടു ബി ഫ്രാങ്ക്, ഞാൻ സംസാരത്തിൽ പോലും ഞാൻ അത്ര സൂപ്പറായിട്ട് സംസാരിക്കുന്നില്ല, എല്ലാവരും എൻ്റർടൈൻ ചെയ്ത് നിർത്തുന്ന ഒരു ഓഡിയൻസിന് പിടിച്ചിരുത്താൻ കഴിവുള്ള ഒരു കുട്ടിയൊന്നുമല്ല. ബട്ട് സ്റ്റിൽ ഞാനത് ചെയ്യുന്നുണ്ട്. ഇപ്പം എൻ്റെ പരിമിതിക്കുള്ളിൽ വെച്ചിട്ട് എനിക്ക് അറിയുന്ന പോലെ ഞാനത് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഉണ്ടല്ലോ. ഐ വാസ് ഓൾവേസ്, ഞാൻ ഭയങ്കര ഓപ്പൺ ആയിരുന്നു പുതിയ കാര്യങ്ങൾ പഠിക്കാനും ലേൺ ചെയ്യാനും എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ എനിക്ക് കിട്ടിയ പരിമിതിക്കുള്ളിൽ വെച്ചിട്ട് എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഞാൻ എപ്പോഴും ഫോക്കസ്ഡ് ആയിരുന്നു. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ക്ലാസ്സിലൊക്കെ പൊതുവെ ഒരു 40 കുട്ടികളുണ്ടെങ്കിൽ അതിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്ക് കിട്ടുന്ന ഒരു 10 കുട്ടികളെ ഉണ്ടാവുള്ളൂ. അപ്പം ഞാനതിൽ 9ാമത്തെ കുട്ടിയായിരിക്കും. എനിക്ക് ചിലപ്പം ചില വിഷയങ്ങളിൽ നല്ല മാർക്ക് ഉണ്ടാവും. ഞാൻ ഒരിക്കലും ഫെയിൽ ആവാറില്ലായിരുന്നു സബ്ജക്റ്റിൽ. അതുകൊണ്ട് തന്നെ ഞാൻ സ്കൂളിലൊക്കെ ഞാൻ വലിയ കുഴപ്പമില്ലാതെ ഒരു ബ്ലാക്ക് ലിസ്റ്റിലൊക്കെ ഇടം പിടിക്കാതെ ഞാനിങ്ങനെ സൈഡായിട്ട് പ്രത്യേകിച്ച് ആരും ശ്രദ്ധിക്കപ്പെടാത്തൊരു കുട്ടിയായിട്ട് ഞാൻ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്കറിയായിരുന്നു പഠിച്ചൊരു ജോലി വാങ്ങാൻ അല്ലെങ്കിൽ പഠനത്തിൽ ഭയങ്കര എക്സൽ ചെയ്തിട്ട് എന്തെങ്കിലും എനിക്ക് നേടാൻ പറ്റുന്നുള്ള ഒരു വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത്
സമയത്ത് എനിക്ക് ഈ മാത്സ് സയൻസ് തുടങ്ങിയ സബ്ജക്റ്റ് ഒന്നും ഞാനായിട്ട് ഒട്ടും കണക്ട് ആവില്ലായിരുന്നു. എനിക്കിത് എന്തിനാ പഠിക്കുന്നതെന്ന് പോലും അറിയില്ലായിരുന്നു. ഇന്നും ഞാൻ രാത്രി കിടന്നിട്ട് രാവിലെ സ്വപ്നം കണ്ട് എണീക്കാറുണ്ട് ഞാൻ മാത്സ് പരീക്ഷയ്ക്ക് പൊട്ടിപ്പോകുന്നത്, അല്ലെങ്കിൽ തലേന്ന് സയൻസ് പരീക്ഷയ്ക്ക് ഞാൻ ഒന്നും പഠിച്ചില്ല എന്നുള്ള കാര്യങ്ങൾ. ഈ പ്ലസ് 1 10ാം ക്ലാസ് വരെ പിന്നെയും ഓക്കെ, നമുക്ക് ബൈ ഹാർട്ട് പഠിച്ചിട്ടാണെങ്കിലും ഈ കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ എഴുതാവുന്നതേ ഉള്ളൂ. പക്ഷെ പ്ലസ് 1 പ്ലസ് 2 ഒക്കെ എത്തിയപ്പോഴേക്കും ഞാൻ ബയോളജി സയൻസ് ആണ് പഠിച്ചത്. കാരണം എനിക്ക് ഹ്യൂമാനിറ്റീസ് പഠിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ പോലും അത് പഠിക്കാത്ത കുട്ടികൾ എടുക്കുന്ന ഒരു കോഴ്സ് ആണ് എന്നുള്ള രീതിയിൽ നമ്മളെ പഠിപ്പിച്ച് വെച്ചതുകൊണ്ട് എനിക്കത് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെയായിരുന്നു ഞാൻ സയൻസ് എടുത്തത്. അതൊരു ഫോഴ്സ്ഫുള്ളി എനിക്ക് എടുക്കേണ്ടി വന്നതാണ്. അപ്പൊ ഞാൻ സയൻസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് എന്തിനാ ഫിസിക്സ് പഠിക്കുന്നത്, എന്തിനാ കെമിസ്ട്രി പഠിക്കുന്നതെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. ഈ ഫിസിക്സോട് ഞാൻ എൻ്റെ ലൈഫിൽ എന്താ നേടാൻ പോകുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ടായിരുന്നു. പക്ഷെ അവര് പഠിക്കുന്നത്, അവർക്ക് ചിലപ്പോൾ ഒരു എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ആവണം എന്ന് ആഗ്രഹമുള്ള ആളുകളുണ്ടായിരുന്നു, നേവിയിൽ പോകണമെന്ന് ആഗ്രഹമുള്ള ആളുകളുണ്ടായിരുന്നു, ഡോക്ടർ ആവണം എന്ന് ആഗ്രഹമുള്ള ആളുകളുണ്ടായിരുന്നു. അപ്പൊ ഇവരൊക്കെ ഈ സയൻസും ഫിസിക്സും പഠിക്കുന്നത് എന്തിനാന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് എന്താ ആവേണ്ടതെന്ന് വരെ എനിക്ക് അറിയില്ലായിരുന്നു ഒരു പോയിന്റ് വരെ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പഠിക്കുന്ന ഒരു കാര്യങ്ങളും എനിക്ക് സെൻസ് മേക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഞാൻ ആകെ എൻജോയ് ചെയ്ത് പഠിച്ചുകൊണ്ടിരുന്ന 2 സബ്ജക്ട് എന്ന് പറഞ്ഞാൽ സോഷ്യലും മലയാളവും ആയിരുന്നു. പ്ലസ് 1 പ്ലസ് 2 ഹിന്ദി എടുത്താൽ മാർക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളം പോലും പഠിക്കാൻ പറ്റില്ല. ഞാൻ പ്ലസ് 1 പ്ലസ് 2 മലയാളം പഠിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ എന്നിട്ട് എൻ്റെ ഏട്ടൻ്റെ ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ എൻ്റെ മലയാളം എടുത്ത എൻ്റെ ഫ്രണ്ട്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് വെറുതെ ഞാൻ വാങ്ങി വായിക്കായിരുന്നു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. പക്ഷെ ഒരിക്കലും ഞാൻ അന്ന് മനസ്സിലാക്കിയിട്ടിരുന്നില്ല നമ്മൾ മലയാളം പഠിച്ചതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് ഒരു കരിയർ ഉണ്ടാക്കാം, ഒരു ടീച്ചർ ആവാന്നുള്ളതൊന്നും എനിക്ക് ഒട്ടും പറ്റുന്ന ഒരു കാര്യം ഉണ്ടായില്ല. കാരണം ഞാൻ അത്രയ്ക്ക് പേഷ്യൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അത്രയ്ക്ക് വേറൊരാൾ ഒരു കാര്യം പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഒരാളെ പഠിപ്പിക്കാനുള്ള കഴിവ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്ലസ് 2 വരെ ഞാനൊരു ഡിലേമയിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് എന്താ പറ്റുക, ഞാൻ എന്തിനെന്നെ കൊണ്ട് കൊള്ളാം എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഇപ്പം എല്ലാവരും പറയും നമുക്ക് ലൈഫിൽ ഒരു ഗോള് വേണം, ഒരു ഗോള് സെറ്റ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യണം എന്നൊക്കെ പറയില്ല. അപ്പം എന്നെ സംബന്ധിച്ചിട്ട് എനിക്കൊരു ഫ്യൂച്ചർ ഗോളായിട്ട് ഇന്നൊരു വലിയ ഗോളൊന്നും സെറ്റ് ചെയ്തിട്ടല്ല ഞാൻ എൻ്റെ ലൈഫിൽ വർക്ക് ചെയ്തിട്ടില്ല. എനിക്ക് ചെറിയ 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 കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങൾ ഞാൻ അച്ചീവ് ചെയ്ത് വരുന്ന സമയത്ത് അത് വലിയ വലിയ സ്വപ്നങ്ങളേക്ക് എന്നെ കൊണ്ടെത്തിക്കുക ചെയ്തിട്ടുള്ളൂ. അല്ലെങ്കിൽ ആ സമയത്ത് എനിക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങളുണ്ട്, നമ്മളെ നിലനിൽപ്പുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ നമ്മളെ ഒരു നല്ല ലൈഫിലോട്ട് കൊണ്ട് എത്തിക്കുക ഉണ്ടായിട്ടില്ല. അപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും ബേസിക് ആയിട്ട് പ്ലസ് 2 വരെയൊക്കെയുള്ള സമയത്തിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സ്വപ്നം എന്ന് വെച്ചാൽ നല്ലൊരു വീട് വേണം, നമുക്ക് ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് ഇടാനുള്ള പൈസ നമ്മുടെ കയ്യിൽ വേണം. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എന്നെ വളർത്തിയിട്ടുള്ളത്. അച്ഛനൊരു പെയിന്റ് പണിക്കാരനാണ്. അപ്പൊ അച്ഛനാണെങ്കിൽ സാധാരണ ഒരു ചെറിയ വീടുകളിലൊന്നല്ല പെയിന്റ് അടിക്കുന്നത്, വലിയ വലിയ ബിൽഡിങ്ങിന്റെ മുകളിൽ ഊഞ്ഞാലിൽ കെട്ടിയിട്ടാണ് അച്ഛൻ പെയിന്റ് അടിച്ചിട്ട് ഞങ്ങളെ വളർത്തിയിട്ടുള്ളത്. അപ്പൊ ആ സമയത്തൊക്കെ എൻ്റെ അച്ഛൻ ഇങ്ങനെ കഷ്ടപ്പെടാൻ പാടില്ല, അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ അച്ഛനും അമ്മയും അവരധ്വാനിക്കുന്ന പൈസ മുടക്കുക എന്നൊക്കെ പറയുന്നത് എന്നെ ഭയങ്കരമായിട്ട് ഗിൽട്ട് ഫീൽ ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം പ്ലസ് 1 പ്ലസ് 2 കഴിഞ്ഞ സമയത്ത് ഞാനൊരു ഡിസിഷൻ എടുക്കുകയാണ്. ഇപ്പം ഞാൻ ആ ഒരു ഞാൻ ആവറേജ് ആണ്, എനിക്കറിയാം ഞാൻ ആവറേജ് ആണ്. ഞാൻ പോകുന്ന ഒരു സ്ഥലത്ത് പോലും സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കറിയെങ്കിൽ പോലും പ്ലസ് 1 പ്ലസ് 2 കഴിഞ്ഞ സമയത്ത് ഞാനൊരു ഡിസിഷൻ എടുക്കുവാണ്. എനിക്കിതൊന്നും അല്ല, എനിക്കിഷ്ടമുള്ള എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റണം. അപ്പോൾ ആ ഒരു സാധനം എടുക്കുന്ന സമയത്ത് ഞാൻ ജേർണലിസം പഠിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഡിസിഷൻ എടുക്കുവാണ്. അത് എടുക്കുന്ന സമയത്ത് എല്ലാവരും എതിർപ്പായിരുന്നു, ഒരാൾ പോലും എന്നെ സപ്പോർട്ട് ചെയ്തില്ല. അല്ലെങ്കിൽ നിന്നെ കൂടുതൽ ചെയ്യാൻ പറ്റുന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറച്ച് ആളുകൾ എൻ്റെ ചുറ്റും ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ വിചാരിച്ചു, അപ്പോൾ ആ സമയത്ത് എനിക്കുണ്ടായ ഒരു മെന്റാലിറ്റി എന്ന് വെച്ചാൽ മേ ബി ഞാൻ ഫെയിൽ ആയേക്കാം. ചിലപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഞാൻ വിചാരിച്ച പോലെ ഒന്നും എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അച്ചീവ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ സാധനം ഒന്നുമല്ല, ഒരു ജോലി വാങ്ങിക്കുക എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഇവൊന്നും എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഐ ഫൈൻഡ് സംതിങ് എൽസ്, അല്ലെങ്കിൽ എനിക്ക് ആ ഒരു വിശ്വാസം എൻ്റെ അടുത്തുണ്ടായിരുന്നു, ഞാൻ എന്തെങ്കിലും ചെയ്ത് ജീവിക്കും. ഇന്നിപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്കറിയില്ല, മേ ബി നാളെയോ മറ്റന്നാളോ ആവുന്ന സമയത്ത് ഇപ്പം എനിക്ക് കിട്ടുന്ന ഫിനാൻഷ്യൽ റിസോഴ്സസ് മേ ബി ഉണ്ടാവില്ലായിരിക്കാം, നമുക്കറിയില്ല. പക്ഷെ അപ്പോഴും എൻ്റെ ഉള്ളിൽ ഞാൻ വിശ്വസിക്കുന്നത് ഒരു പെട്രോൾ പമ്പിൽ പെട്രോൾ അടിച്ചിട്ടെങ്കിലും, അല്ലെങ്കിൽ ഒരു സെയിൽസ് ഗേൾ ആയിട്ട് പോയി നിന്നിട്ടെങ്കിലും എനിക്ക് ജീവിക്കാനുള്ള വരുമാനം എനിക്ക് കണ്ടെത്താൻ പറ്റണം. അപ്പോൾ പ്ലസ് 1 പ്ലസ് 2 ഒക്കെ കഴിഞ്ഞ് ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഞാൻ എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടാണ് എൻ്റെ ഡിഗ്രി പഠിക്കുന്നത്. അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ വിശ്വസിച്ചിരുന്നത് ഇത് തിരിച്ചടയ്ക്കാൻ നമുക്കൊരു കപ്പാസിറ്റി വേണമല്ലോ. ഒരു 4 ലക്ഷം എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ചൊരു വലിയ എമൗണ്ട് ആയിരുന്നു. അപ്പൊ ഒരു 4 ലക്ഷം തിരിച്ചടയ്ക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാം? എനിക്ക് ആരും ഒരു 4 ലക്ഷം രൂപ തരാ, ഞാൻ എന്നോട് ഒരു ലോൺ അടിച്ചോന്ന് പറഞ്ഞിട്ട് തരാം, അല്ലെങ്കിൽ എന്നെ വിശ്വസിച്ച് എൻ്റെ എന്ത് കഴിവ് കണ്ടിട്ടാണ് ഒരാൾ എന്നെ ഒരു കമ്പനിയിലോട്ട് ഹയർ ചെയ്യുക എന്നുള്ളതൊന്നും എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു പോയിന്റ് വരെ ഒരു ഡിഗ്രി എന്ന് പറഞ്ഞതൊക്കെ വലിയ ട്രാജഡി കഥകളാണ്, ഞാൻ വേറൊരു ദിവസം നിങ്ങളോട് ഷെയർ ചെയ്യാം. അപ്പോൾ ആ ഒരു ഡിഗ്രി കഴിയുന്ന സമയം വരെ ഞാൻ വിശ്വസിച്ചിരുന്നത്
എനിക്കൊരു കല്യാണം കഴിക്കാം. കല്യാണം കഴിച്ച് കഴിയുന്ന സമയത്ത് പൊതുവേ ഞങ്ങളുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരുന്ന ഒരു സെറ്റപ്പ് എന്ന് വെച്ചാൽ പെൺകുട്ടികൾ ആ സമയത്ത് എഞ്ചിനീയറിംഗ് ആയിരുന്നു ഭയങ്കര പോപ്പുലർ ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന പെൺകുട്ടികൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ലോണ് കല്യാണം കഴിച്ച് ചെക്കനടയ്ക്കും എന്നുള്ളൊരു സെറ്റപ്പ് നാട്ടിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാല് കുട്ടീനെയും വീടൊക്കെ നോക്കി വീട്ടിലിരിക്കുകയാണെങ്കിൽ ലോൺ അവർ അടച്ചോളുമല്ലോ, ലോണ് ഭർത്താവ് അടച്ചോളുമല്ലോ എന്ന് വരെ വിചാരിച്ചിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് എനിക്ക് ഉണ്ടായിരുന്നു. ഭയങ്കര റോങ് ആണത്. പക്ഷെ അത് ചെയ്ത ആളുകളുണ്ട്, ഇപ്പോഴും ചെയ്യുന്ന ആളുകളുണ്ടാവും. പക്ഷെ എനിക്ക് ആ സമയത്ത് എനിക്കറിയാം ആ സമയത്ത് അത് റോങ് ആണ്. പക്ഷെ എനിക്കറിയില്ലായിരുന്നു എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറെ എന്ത് ചെയ്തിട്ടാണ് ഞാൻ ജീവിക്കുക, എനിക്ക് ഇത്രയും പൈസ ഞാൻ എങ്ങനെ തിരിച്ചടയ്ക്കുന്നു എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞാൻ ഇന്റർവ്യൂവിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യാം. പക്ഷെ ഈ ടോപ്പിക് പറഞ്ഞു വരുന്ന സമയത്ത് ഇത് നെസറി ആയെന്നുള്ളത് കൊണ്ട് ഞാൻ പറയാം. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു ക്യാമ്പസ് ഇന്റർവ്യൂ വരികയാണ് ഞങ്ങളുടെ കോളേജിൽ. അപ്പൊ അതൊരു ഹൈദരാബാദിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ടീമാണ് അവിടെ ഇന്റർവ്യൂ ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് ഞങ്ങളുടെ കോളേജിൽ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ കാലിബർ ഉണ്ട്, അല്ലെങ്കിൽ എന്നെക്കാളും നന്നായിട്ട് എല്ലാ രീതിയിലും പെർഫെക്റ്റ് ആണെന്ന് വിചാരിച്ചിട്ടുള്ള ഒരുപാട് സ്റ്റുഡന്റ് അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാനൊരു ആവറേജ് കുട്ടിയാണ്. ഓക്കെ, ആകെ എനിക്ക് ഉള്ളൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ പക്ഷെ ബുക്ക് വായിക്കായിരുന്നു, ഞാൻ നന്നായിട്ട് മലയാളം എഴുതുമായിരുന്നു എന്നുള്ളൊരു കാര്യം. അതും ഞാൻ അത്ര ടോപ്പായിട്ട് എഴുതുന്ന ഒരാളൊന്നല്ല, അറ്റ്ലീസ്റ്റ് ഞാൻ എഴുതുമായിരുന്നു വർഷം എന്നുള്ളത് മാത്രം. അപ്പോൾ ഇന്റർവ്യൂവിന് വരുന്ന സമയത്ത് അവര് ഞങ്ങളുടെ കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആയിട്ട് പോയിട്ടുള്ള ഒരുപാട് ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഇന്റർവ്യൂവിന് വന്നു. അപ്പൊ ഇത്രയും ആളുകൾ ഒരുമിച്ചൊരു ഇന്റർവ്യൂ കൊടുത്തിട്ട് അവർക്ക് ആകെ 3-4 ആളുകളെയാണ് വേണ്ടത്. അപ്പൊ ഞാൻ ഉറപ്പിച്ചു എന്തായാലും നമ്മളിപ്പോ ഇത് പോകുന്ന തന്നെ വേസ്റ്റ് ആണ്, എന്താ പറയാണ്ട്. പിന്നെ അവർ ഇംഗ്ലീഷിലും കൂടി പറഞ്ഞതോടെ എന്റെ എല്ലാ കാറ്റും പോയി. കാരണം എനിക്ക് ഇംഗ്ലീഷ് ഒരാളെടുത്ത് ആ സമയത്ത് ഒരു 5 മിനിറ്റ് ഒരു 2 മിനിറ്റ് പോലും ഒരു സെന്റൻസ് പോലും ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാതെ പറയാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഇമ്പോർട്ടന്റ് ആയിരുന്നു, എനിക്ക് ആ ജോലി അത്രയ്ക്ക് ആവശ്യമായിരുന്നു. കാരണം സ്വന്തം ഇഷ്ടത്തിന് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്തോട്ട് പോയി അവിടുന്ന് ഇത്രയും വലിയൊരു എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് ജോലി ഇല്ലാതെ ആ ഒരു ബേർഡൻ എൻ്റെ പാരൻസിന് തലയിലിടുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഹാർഡായിരുന്നു. അപ്പൊ ഞാൻ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് ആദ്യം ഒരു റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരുന്നു. ആ റിട്ടേൺ ടെസ്റ്റിൽ പാസ്സാവുന്ന ആളുകളെ മാത്രമാണ് അവർ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായത്. അപ്പൊ ഒരു ദിവസം നടന്നുകൊണ്ടിരുന്നത്. റിട്ടേൺ ടെസ്റ്റ് മലയാളത്തിൽ നമ്മൾ എഴുതിയാൽ മതി. അപ്പൊ അത് നോക്കിയിരുന്നത് കേരളത്തിൽ തന്നെ ഏതൊരു മാധ്യമ പ്രവർത്തകനായിരുന്നു. അതൊരു ഓൺലൈൻ ചാനൽ, ഒരു ന്യൂസിന് വേണ്ടിയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു. അപ്പം അത് ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാതെ ചെയ്തു. എനിക്ക് മലയാളം എഴുതാൻ അറിയണം. അതിന് മലയാളം എഴുതിയ ഒരു സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ പഠിച്ചത് ജേർണലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആ ടോപ്പിക്സിനെ കുറിച്ചൊക്കെ ധാരണ ഉണ്ടായിരുന്നു. അപ്പൊ അവരിൽ ഒരു 10 പേരെയും കണ്ട് അവർ ഇന്റർവ്യൂവിന് വിളിച്ചു. ആ 10 പേരിൽ ഒരാൾ ഞാനായിരുന്നു. അതുവരെ എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല, കാരണം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് അത്യാവശ്യം എഴുതാൻ അറിയാം എന്നുള്ളൊരു കാര്യം എനിക്കറിയാം. അപ്പൊ ഇന്റർവ്യൂവിന് വിളിച്ച സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് പാനിക്കായി. എന്റെ കൂടെ അന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന കുറെ പിള്ളേരെന്ന് പറഞ്ഞാൽ ഇവർ കുറെ പുറത്ത് പഠിച്ച ആളുകളുണ്ട്. ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് എക്സലന്റ് ആൻസർ പറയുന്ന കുട്ടികളുണ്ട്. അപ്പൊ എനിക്കിതൊന്നും അറിയില്ല. എനിക്ക് എൻ്റെ അടുത്ത് കേരളത്തിന്റെ പുറത്തൊരു ചോദ്യം ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്ക് വേൾഡ് പൊളിറ്റിക്സിനെ കുറിച്ച് അറിയില്ല. അറ്റ്ലീസ്റ്റ് എനിക്ക് ഇന്ത്യൻ പൊളിറ്റിക്സിനെ കുറിച്ച് പോലും ജീവിക്കില്ലാത്ത ഒരാളായിരുന്നു ഞാൻ. എനിക്ക് ഇംഗ്ലീഷ് ഒട്ടും കൈകാര്യം ചെയ്യാൻ അറിയണ്ടായില്ല. എനിക്കറിയില്ല ഞാൻ എന്താ അവിടെ പോയി പറയുവാന്ന്. അപ്പോൾ എനിക്കൊന്ന് ലാസ്റ്റ് ആണ് ഞാൻ ഇന്റർവ്യൂവിന് കയറുന്നത്. അപ്പോൾ ഇന്റർവ്യൂവിന് കയറി സമയത്ത് ഇവരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു, ആള് കുറെ പൊളിറ്റിക്സ് ചോദിച്ചു, ലൈക്ക് നേപ്പാളിൽ എന്താ നടക്കുന്നതെന്ന് ചോദിച്ചു, അമേരിക്കയും ചൈനയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിച്ചു. ഞാൻ എൻ്റെ കാറ്റ് പോയി, ഞാൻ എന്താ പറയുക, എനിക്കൊന്നും അറിയില്ല. അത് ഞാൻ ഇന്റർവ്യൂവിന് ലാസ്റ്റ് പേഴ്സണായിട്ട് ഞാൻ കയറി ചെല്ലുന്ന മൈക്ക് തട്ടെ ഇന്റർവ്യൂവിന് ലാസ്റ്റ് പേഴ്സണായിട്ട് ഞാൻ കയറി ചെല്ലുന്ന സമയത്ത് എന്റെ ഉള്ളിലുണ്ടായ ആകെ ഒരു കോൺഫിഡൻസ് എന്താണെന്ന് അറിയാം. ഞാൻ എന്ത് പറഞ്ഞാലും ഈ റൂമിലിരിക്കുന്ന ഈ മലയാളികളല്ലാത്ത ഈ 3 പേരല്ലാതെ ഞാനും അല്ലാതെ ഞാൻ എന്തും മണ്ടത്തരം പറഞ്ഞാലും എവിടെ പുറത്തു പോകാൻ പോകുന്നില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. അപ്പൊ ഇവരെന്നോട് ഇങ്ങനെ ജസ്റ്റ് എന്റെ റെസ്യൂം നോക്കിയിട്ട് അതിൽ ഞാൻ പണ്ട് മലയാള മനോരമയിലും ഈ ചാനലിലൊക്കെ ചെറിയ ചെറിയ ആർട്ടിക്കിൾസ് എഴുതിയിട്ട് പബ്ലിഷ് ചെയ്യായിരുന്നു ഓൺലൈനിൽ. അപ്പൊ വലിയ സംഭവമൊന്നുമല്ല, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ എഴുതി കഴിഞ്ഞാൽ അവരതിൽ പബ്ലിഷ് ചെയ്യും. അപ്പൊ അതിന്റെ 1-2 ലിങ്ക് ഞാൻ റെസ്യൂമിൽ ഇങ്ങനെ വെറുതെ ആഡ് ചെയ്തിട്ടുണ്ടായി. അപ്പൊ ചോദിച്ചത് എന്തിനെ കുറിച്ച് വന്നിട്ടുള്ള ഒരു ആർട്ടിക്കിളാണെന്ന് ചോദിച്ചപ്പോൾ അത് ആക്ച്വലി എൻ്റെ അച്ഛനെ കുറിച്ചിട്ട് ഞാൻ എഴുതിയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആയിരുന്നു. അപ്പൊ എനിക്കറിയാവുന്ന ഇംഗ്ലീഷിൽ ഞാൻ അത് അവരോട് പറയാണ്. അത് പറയുന്ന സമയത്ത് ഞാൻ ഒരിക്കലും അച്ഛനെ കുറിച്ച് ആയതുകൊണ്ട് തന്നെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക്. അപ്പൊ ഞാൻ ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ടാണ് ഈ കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരൊരിക്കൽ പോലും ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ ഡിസ്റ്റർബ് ചെയ്യോ അല്ലെങ്കിൽ ഒന്നും ചെയ്തില്ല. ഞാൻ ഈ ആർട്ടിക്കിളിനെ കുറിച്ച് അത് എന്തുകൊണ്ട് എഴുതി എന്നുള്ളതിനെ കുറിച്ചൊക്കെ എന്റെ ഇംഗ്ലീഷിൽ ഞാൻ പറയാണ്. അത് ചുമ്മാ ചിരിച്ചുകൊണ്ട് കേട്ടിരുന്ന് ഒരു 10-15 മിനിറ്റോളം അവർ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശരി എന്നാന്ന് പറഞ്ഞാൽ അവരെ വിടുവാണ്. അവരെന്നോട് GK ചോദിച്ചില്ല, അവരൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല, ഒന്നും ചോദിച്ചില്ല. അപ്പൊ ഞാൻ ഇതെന്താണ് ഇങ്ങനെ ഞാൻ പറയാൻ പാടില്ലായിരുന്നു എന്നുള്ളത് മാത്രമാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അവരെന്നോട് ചോദിച്ചു, നിനക്ക് മലയാളം ടൈപ്പ് ചെയ്യാൻ അറിയാമെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, പക്ഷെ പഠിക്കാമെന്ന് ഞാൻ പറഞ്ഞു.
ലേൺ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് അവിടെ ഇന്റർവ്യൂവിൽ 10 പേരെങ്ങാണ്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തതിൽ പാസ്സായി ജോലി കിട്ടിയ 2 പേരിൽ ഒരാളാവുകയാണ് ഞാൻ. അതെനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. കാരണം ഞാൻ അവിടെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഒന്നും ചെയ്തില്ല. ഞാനായിട്ടിരിക്കുക എന്ന് മാത്രമാണ് ചെയ്തത്. എനിക്ക് അറിയാത്ത കാര്യങ്ങളെ കുറിച്ചിട്ട് അറിയുന്നു പറഞ്ഞിട്ട് ബാധിക്കാൻ ഒന്നും ഞാൻ പോയിട്ടില്ല. അപ്പൊ ഞാനൊരു ലൈഫിൽ ഒരുപാട് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഈ അറ്റൻഡ് ചെയ്ത എല്ലാ ഇന്റർവ്യൂസിലും ഇവർ ചോദിച്ച പല ചോദ്യങ്ങൾക്കുള്ള മറുപടി എൻ്റെ അടുത്തില്ലായിരുന്നു. എനിക്ക് പല കാര്യങ്ങളും അറിയില്ലായിരുന്നു. ഇപ്പൊ ഞാൻ ഓഫീസിൽ വർക്ക് ചെയ്ത സമയത്ത് തന്നെ, ഞാൻ ഓഫീസിൽ ജോബ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ എനിക്കൊരു വയർലെസ് മൗസ് ആയിരുന്നു ആദ്യമായിട്ട് അവർ ലാപ്ടോപ്പിൽ യൂസ് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് അറിയില്ലായിരുന്നു ആ മൗസ് എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത് പോലും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ എപ്പോഴും എനിക്ക് അതിനൊരു ഷെയിം തോന്നിയിട്ടില്ല. നമുക്കൊരു കാര്യം അറിയില്ല എന്ന് പറഞ്ഞിട്ട് വേറൊരാളോട് പറയാനോ അല്ലെങ്കിൽ ഒരു കാര്യം ലേൺ ചെയ്യുന്നതിൽ എനിക്ക് ഒരിക്കലും ഷെയിം തോന്നിയിട്ടില്ല. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ആവറേജ് പേഴ്സണിൽ നിന്ന് ഒരു എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ ആയിട്ട് ഒക്കെ പോട്ടെ ഒരു ബെറ്റർ പേഴ്സൺ ആയിട്ട് നിങ്ങൾക്ക് മാറണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് ബേസിക് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ലേൺ എന്നുള്ളതാണ്. ലേൺ ചെയ്യാൻ മടിക്കാതിരിക്കുക. എന്തെങ്കിലും ഒരു പുതിയ കാര്യം പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കി അത് ലേൺ ചെയ്യാനുള്ള ഒരു ഓപ്പൺ മൈൻഡ്നെസ്സോടെ നിങ്ങൾക്ക് കാര്യങ്ങളെ സമീപിക്കാൻ പറ്റുവാണെങ്കിൽ ഐ തിങ്ക് യു ക്യാൻ ഡു എക്സ്ട്രാ ഓർഡിനറി തിങ്സ് ഇൻ ലൈഫ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഞാൻ ലാസ്റ്റ് വർക്ക് ചെയ്തത് മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിലാണ്. എനിക്ക് മലയാളത്തിലെ മ്യൂസിക് ഡയറക്ടേഴ്സിനെ അറിയില്ല, എനിക്ക് എങ്ങനെയാണ് മ്യൂസിക് വർക്ക് ചെയ്യുന്നതെന്ന് അറിയില്ല. തബലയും അതേപോലുള്ളൊരു സാധനം മുന്നിൽ കൊണ്ടുവച്ചാൽ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ എനിക്ക് അറിയില്ല. എനിക്കങ്ങനെ മ്യൂസിക്കിനെ കുറിച്ച് യാതൊരു നോളജും ഇല്ലാത്ത ഒരാളായിട്ട് വൺ ഓഫ് ദി ബെസ്റ്റ് കമ്പനീസ് ഇന്ത്യയിലുണ്ടായിരുന്ന ആ സമയത്ത് ബെസ്റ്റ് കമ്പനീസിൽ തമിഴ് മലയാളം മ്യൂസിക് ഹെഡായിട്ട് ഞാൻ ഹയർ ചെയ്യപ്പെടുക. അതും തമിഴെന്ന് കൂടെ നിങ്ങൾ ആലോചിക്കട്ടെ. എൻ്റെ അച്ഛൻ തമിഴ്നാട്ടുകാരാണ്, എനിക്ക് തമിഴ് സംസാരിക്കാൻ അറിയാം. പക്ഷെ ഞാൻ ഹയർ ചെയ്യപ്പെടും. അപ്പൊ ആ ഇന്റർവ്യൂവില് എൻ്റെ അടുത്ത് ഇങ്ങനെ ആ ഇന്റർവ്യൂവിന്റെ ഒരു കഥ ഞാൻ പറയാം കേട്ടോ. അത് ഞാൻ പറഞ്ഞു ഇന്റർവ്യൂ കഥ ഇന്റർവ്യൂ ആയിട്ടുണ്ട് പറയാം. വെരി നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവുന്ന സ്റ്റോറീസ് ആണ്, കുറെ മണ്ടത്തരങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഇന്റർവ്യൂവിന്റെ സമയത്ത് അവർ എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യം, പിന്നെ നിമ്മിക്ക് മ്യൂസിക്കിനെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് നോളജ്? ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല. അപ്പോൾ ഇത് മ്യൂസിക്കിന്റെ ഒരു പൊസിഷനാണെന്ന് എനിക്ക് അറിയാലോ. ഞാൻ പറയാതെ എനിക്കറിയാം, ബട്ട് ഞാൻ മ്യൂസിക്കിനെ കുറിച്ച് വളരെ ലെസ് നോളജ് ഉള്ള ഒരാളാണ്. ബട്ട് എനിക്ക് ആകെ നിങ്ങളടുത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യം, എനിക്ക് ലേൺ ചെയ്യാൻ പറ്റും. ഞാനൊരു ഫാസ്റ്റ് ലേണറാണ്. കാരണം ഞാൻ എൻ്റെ വർക്ക് ഏത് കമ്പനിയിൽ ഞാൻ വർക്കിന് പോയി കഴിഞ്ഞാലും എവിടെ ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്താലും ഞാൻ എന്നെ കൊണ്ട് ആവുന്ന പോലെ 100% ഇട്ടിട്ട് എനിക്ക് അറിയാത്തൊരു കാര്യം പഠിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അതിപ്പം പുതിയ സോഫ്റ്റ്വെയർ പഠിക്കുന്നതായിരിക്കും, മലയാളം ടൈപ്പ് ചെയ്യാൻ പഠിക്കുന്നതായിക്കോട്ടെ, ഇതൊക്കെ ഞാൻ എല്ലാ ജോലിയിൽ പോയ സമയത്തും ഞാൻ ഇപ്പൊ നമ്മൾ പറയില്ല 8 to 7 ജോബ് ആണെങ്കിൽ 10 to 7 ജോബ് ആണെങ്കിൽ പോലും ഞാൻ എക്സ്ട്രാ ഹവേഴ്സ് ആ ഓഫീസിൽ സ്പെൻഡ് ചെയ്യാറുണ്ടായിരുന്നു. 2 മണിക്കൂർ 3 മണിക്കൂർ എക്സ്ട്രാ ഹവേഴ്സ് ആ ഓഫീസിൽ സ്പെൻഡ് ചെയ്തിട്ട് എനിക്ക് അറിയാത്ത കാര്യങ്ങൾ ഞാൻ ലേൺ ചെയ്യായിരുന്നു. അപ്പൊ എന്റെ സീനിയർ ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് പോയിട്ട് ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ തന്നെ പഠിപ്പിച്ചു തരുമെന്ന് ചോദിക്കാൻ എനിക്ക് ഒരു മടി ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു എന്റെ എല്ലാ കമ്പനികളിലും ഞാൻ വർക്ക് ചെയ്തിടത്തിൽ വെച്ചിട്ട് മറ്റുള്ളവരിൽ നിന്ന് എന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്തത് അല്ലെങ്കിൽ അവിടെ അവരോടൊപ്പം പിടിച്ചു നിൽക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു കാര്യം അത് ഫാസ്റ്റ് ലേണർ എന്നുള്ളതിനേക്കാളും ഞാൻ ലേൺ ചെയ്യാന്നുള്ള കാര്യത്തിന് എപ്പോഴും ഞാൻ ഹംബിളായിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ അതിന് എല്ലാ എഫേർട്ടും എടുത്തിട്ടുണ്ട്. ഞാൻ എന്താണ് മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ ഞാൻ പഠിച്ചതൊന്നും അല്ല ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഫീൽഡുകൾ. അപ്പൊ എന്താണ് മാർക്കറ്റിംഗ്, എന്താണ് കണ്ടന്റ് ക്രിയേഷൻ ഒന്നും അറിയാതെ ഞാനൊരു കമ്പനിയിൽ കണ്ടന്റ് ഓപ്പറേറ്റർ ആയിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 6 month കൊണ്ട് അവിടുത്തെ ബെസ്റ്റ് എംപ്ലോയി അവാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്നെക്കാളും കഴിവുള്ള ആളുകൾ അവിടെ ഉണ്ട്. എനിക്കറിയാം ഇവരൊക്കെ എന്നെക്കാളും കാലിബർ ഉണ്ട്, കഴിവുള്ള ആളുകൾ തന്നെയാണ്. അവിടുത്തെ പല ഓഫീസിലെ പല ആളുകളും ഞാൻ പറയുന്ന ഇംഗ്ലീഷ് തെറ്റാന്ന് പറഞ്ഞിട്ട് എന്നെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്, തിരുത്തിയിട്ടുണ്ട്. പക്ഷെ അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഞാൻ ആ കമ്പനിയിൽ വർക്ക് ചെയ്ത 1.5 years അവിടുത്തെ ബെസ്റ്റ് എംപ്ലോയി ആയിട്ട് 3-4 തവണ ഞാൻ സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന് കാരണം ഞാൻ ഇതൊക്കെ മാറ്റി നിർത്തിയിട്ട് എന്റെ ലിമിറ്റേഷനെ കൂടെ ഞാൻ ആക്സെപ്റ്റ് ചെയ്തിട്ട് അത് ലേൺ ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റിയിൽ ഞാൻ വർക്ക് ചെയ്തു എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ ബുക്ക് എഴുതിയിട്ടുള്ള ഒരാളായിട്ടായിരിക്കും നിങ്ങൾക്ക് എന്നെ അറിയുന്നത്. ഞാൻ ഈ ബുക്ക് എഴുതുന്ന സമയത്ത് ഞാൻ ഒരുപാട് വായിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ എനിക്കറിയാം എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഓരോരുത്തർ കഥകൾ എഴുതി വെച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം. പക്ഷെ ഞാനൊരു ബുക്ക് എഴുതുന്ന സമയത്ത് ഞാൻ അതിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. എനിക്ക് എന്റെ ലിമിറ്റേഷൻസ് അറിയാം. എന്ത് എഴുതുമ്പോഴാണ് ഞാൻ വീക്ക് ആവുന്നത്, അല്ലെങ്കിൽ ഇത് എഴുതിയാൽ അത്ര എഫക്റ്റീവ് ആവില്ല എന്നൊക്കെ എനിക്ക് അറിയാമെങ്കിലും ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഐ മീൻ ട്രൈങ് ഔട്ട് തിങ്സ്. എനിക്ക് അറിയില്ലെങ്കിലും ഞാനത് പഠിക്കുന്നുണ്ട്, ഞാനത് പഠിക്കാൻ ഒരു എഫേർട്ട് ഇടുന്നുണ്ട്. ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുക എങ്ങനെയാന്നൊക്കെ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. എൻ്റെ അടുത്ത് ഇത് ആരും പറഞ്ഞു തന്നതല്ല. ഇങ്ങനെയാണ് ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മള് ഒരു കാര്യം ബിൽഡ് ചെയ്യുന്നതൊന്നും എൻ്റെ അടുത്ത് ആരും പറഞ്ഞു തന്നിട്ടില്ല. ഐ വാസ് ലേണിങ്. ഞാൻ മെല്ലെ ഞാൻ ലേൺ ചെയ്തതാണ്. ഇപ്പം എൻ്റെ ഏജിലുള്ള അല്ലെങ്കിൽ എൻ്റെ കൂടെ പഠിച്ച അല്ലെങ്കിൽ ഇപ്പൊ എന്നെക്കാളും ചെറിയ കുട്ടികളൊക്കെ വീട്ടില്
ഒരു 18-19 വയസ്സാവുമ്പോഴേക്കും ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ. അപ്പൊ എനിക്ക് ഭയങ്കര എനിക്ക് എന്നെ ഒരാൾ കെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വേറൊരാൾ സ്റ്റാൻഡ് ചെയ്ത് ഒരു എഫേർട്ട് ഇടുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ പാരൻസ് അവരൊരു 18-19 വയസ്സാവുമ്പോഴേക്കും അവരെ നിർബന്ധിച്ച് ലൈസൻസ് എടുപ്പിച്ച് അവരെ കാറ് പഠിപ്പിക്കുന്നത്, അവരെ കൂടെ ഇരുന്ന് അവരെ ബൈക്ക് പഠിപ്പിക്കുന്നത്, അവർക്കൊരു ബൈക്ക് വാങ്ങിക്കൊടുക്കുന്നത്, ഇതൊക്കെ ഞാൻ വിറ്റ്നസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എൻ്റെ ലൈഫിൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനായിട്ട് എഫേർട്ട് ഇട്ട്, ഞാനായിട്ട് എനിക്ക് സ്വന്തമായിട്ട് ഞാൻ ഏർണിങ്സ് ഉണ്ടാക്കിയ ശേഷം ഞാനായിട്ടാണ് ഞാൻ ആദ്യമായിട്ടൊരു ബൈക്ക് വാങ്ങിക്കുന്നത്. ഞാനിപ്പോൾ 2 കാർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അതൊരു സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചത്. അപ്പൊ സെക്കൻഡ് ഹാൻഡ് കാറാണെങ്കിൽ ഇപ്പൊ ഞാൻ വാങ്ങിച്ച പുതിയ കാറാണെങ്കിലും ഞാൻ എൻ്റെ സ്വന്തം പണിയിൽ പൈസ ഇട്ട്, ഞാൻ പണിയെടുത്ത് പൈസ ഇട്ടിട്ടാണ് ഞാനത് വാങ്ങിച്ചിട്ടുള്ളത്. എനിക്കിത് ആരും കയ്യിൽ കൊണ്ട് തന്നിട്ടില്ല. നിന്നെ ഇത് എടുത്തോ, നിന്നെ ഇത് വെച്ചോ, അല്ലെങ്കിൽ മോളിത് വെച്ചോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ആരും ഒന്നും എനിക്ക് ലൈഫിൽ ഇപ്പൊ എൻ്റെ കയ്യിലുള്ള ഒന്നും ആരും കൊണ്ടു തന്നതല്ല. ഇതിനൊക്കെ വേണ്ടിയിട്ട് എൻ്റെ മൈൻഡിൽ ഞാനായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ഞാൻ അതിനുള്ള എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ആ എഫേർട്ടിന്റെ റിസൾട്ട് ആയിട്ടാണ് എൻ്റെ ലൈഫിൽ നിന്ന് കിട്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഈ ലൈസൻസ് എടുക്കുന്ന സമയത്തൊക്കെ ലൈസൻസ് എടുക്കണേ പൈസ വേണമല്ലോ. ഒരു ഞാൻ എടുക്കുന്ന സമയത്ത് ഒരു 5000-6000 രൂപ ലൈസൻസ് എടുക്കാൻ വേണം. അപ്പൊ എനിക്കൊരിക്കലും 18 വയസ്സായി കഴിഞ്ഞാൽ അത് അവരുടെ പ്രശ്നമല്ല. ഞാൻ ഒരിക്കലും എൻ്റെ പാരന്റ്സിന്റെ പ്രശ്നം എന്ന് പറയുന്നില്ല. അവരുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അങ്ങനെ ആയിരുന്നു. പക്ഷെ നമ്മൾ ചില ആളുകളെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര അസൂയ വരില്ലേ? ഇപ്പൊ എൻ്റെ വീട്ടിനടുത്തൊക്കെ അങ്ങനത്തെ കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അവർക്ക് ഇതൊക്കെ വളരെ നോർമൽ നീഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനൊന്നും വേണ്ടിയിട്ട് അവർക്ക് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല. അവർക്ക് ഈസിലി ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് സ്വന്തമായിട്ട് വണ്ടി വാങ്ങിച്ചാണെങ്കിൽ, ഞാൻ സ്വന്തമായിട്ട് ലാപ്ടോപ്പ് വാങ്ങിക്കുന്നതാണെങ്കിലും, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്യുന്ന ഈച്ച് ആൻഡ് എവറി കാര്യങ്ങളില്ലേ, ഇതൊക്കെ വളരെ ഈസി ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു ആൾക്കാരുണ്ട്. ഫോർ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, കല്യാണം കഴിക്കുന്ന സമയത്ത് ഗോൾഡ് വാങ്ങിക്കുന്നതാണെങ്കിൽ, ഞാൻ ഒരുപാട് ഗോൾഡ് ഒന്നും വാങ്ങിച്ചില്ല, ബട്ട് ഗോൾഡ് വാങ്ങിക്കുന്നതാണെങ്കിൽ ഇതൊക്കെ ഒന്നും ചിന്തിക്കാതെ ജസ്റ്റ് പഠിക്കുക, ജോലിക്ക് പോകണമെങ്കിൽ ജോലിക്ക് പോകും. പക്ഷെ ഇതൊക്കെ ചെയ്തു കൊടുക്കുന്ന പാരന്റ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം പക്ഷെ എനിക്ക് തോന്നുന്നു എനിക്കത് കിട്ടാതിരുന്നത് നന്നായി എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ആരില്ലെങ്കിലും എന്തില്ലെങ്കിലും എനിക്ക് ജീവിക്കാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. ഒന്നുമില്ലെങ്കിലും ഞാൻ എൻ്റെ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ലൈഫിൽ എല്ലാ രീതിയിലും ആവറേജ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി ഇന്നിപ്പം എന്തെങ്കിലുമൊക്കെ ആയി തീർന്നിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി ഞാൻ ആകെ എടുത്തിട്ടുള്ള ഒരു എഫേർട്ട് എന്ന് പറഞ്ഞാൽ പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യാൻ, എനിക്ക് അറിയാത്ത കാര്യങ്ങൾ ലേൺ ചെയ്യുന്നതിൽ എനിക്ക് ഒരു മടിയില്ല. ഇപ്പൊ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ആണെങ്കിൽ പോലും എനിക്ക് ഒരുപാട് സെൽഫ് ഡൗട്ട് ഉണ്ടായിരുന്നു. സെൽഫ് ഡൗട്ട് ഇല്ലാതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മളത് പഠിക്കുക. ഇപ്പൊ പാളിപ്പോയാലും മാക്സിമം എന്ത് സംഭവിക്കാം. അല്ലെങ്കിൽ ഇപ്പൊ പല ആളുകളും പറയും എനിക്ക് പബ്ലിക് സ്പീക്കിംഗ് ഒക്കെ ചെയ്യാൻ ഭയങ്കര മടിയാണ്. അപ്പൊ എനിക്കും മടിയാണ്, എനിക്കും പേടിയുണ്ട്. പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ എൻ്റെ ഫസ്റ്റ് KLF-ന് ഞാൻ ആ വേദിയിൽ വെച്ചിട്ട് എൻ്റെ ആദ്യത്തെ ഒരു പബ്ലിക് അപ്പിയറൻസ് ആണ്. ഓഫ് കോഴ്സ് എനിക്ക് അറിയില്ല എങ്ങനെയാണ് ഒരു ഓഡിയൻസിന് മുന്നിൽ സംസാരിക്കേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തോ ഒരു നാക്കുപിഴ എനിക്ക് പറ്റി. പിറ്റേ വർഷം ആ കറക്റ്റ് നാക്കുപിഴ സംഭവിച്ച ആ സെയിം സാധനം അവരുടെ അടുത്ത് റീലായിട്ട് അപ്ലോഡ് ചെയ്തു. അപ്പൊ അതിന്റെ താഴെ ഒരുപാട് ട്രോളുകളും കാര്യങ്ങളും ഒക്കെ വന്നു. പക്ഷെ ഞാൻ അതിനെങ്ങനെയാ കാണുന്നതെന്ന് അറിയാം. എനിക്കത് വിഷമായി. പിന്നെ ഞാൻ വിചാരിച്ചു ഇറ്റ് ഈസ് ഓക്കെ. ഇപ്പൊ ഞാൻ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നു ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. എനിക്ക് എന്തുകൊണ്ട് ഇംപെർഫെക്റ്റ് ആയിക്കൂടാ? എനിക്ക് എന്തുകൊണ്ട് എൻ്റെ ഈ ഒരു സൈഡും പുറത്ത് കാണിച്ചുകൂടാ? അല്ലെങ്കിൽ ഞാനിപ്പോൾ അത് ചെയ്തതുകൊണ്ട് ലോകം ഒന്നും ഇടിഞ്ഞ് വീഴാൻ പോകുന്നില്ലല്ലോ, ആകാശം ഒന്നും ഇടിഞ്ഞ് വീഴാൻ പോകുന്നില്ല. ഒരു മിസ്റ്റേക്ക് പറ്റി അത്രേ ഉള്ളൂ. ഈ പറയുന്ന ആളുകൾ അവിടെ ഇരുന്ന് ഇത് പറയുന്ന കേപ്പബിലിറ്റി പോലും അവർക്ക് ഇതുവരെ ആയിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ എന്തിനതിന് ഇത്രമാത്രം ഞാനൊരാളെ ബുള്ളി ചെയ്യുന്നില്ല, ഞാനൊരാളെ കുറ്റപ്പെടുത്തുന്നില്ല, ആ വീഡിയോ ഞാൻ ഒരാളെ ബ്ലെയിം ചെയ്യുന്നില്ല. പറഞ്ഞതിന് ഒരു ചെറിയ നാക്കുപിഴ പറ്റി, ഞാൻ പറയുന്ന കാര്യം വേറെ ആളെ ഹേർട്ട് ചെയ്യുന്ന പോലില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഒരുപാട് പേഴ്സണലായിട്ട് എടുക്കാതെ നോക്കി. ഞാൻ എല്ലാം തികഞ്ഞിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നു. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. എപ്പോഴും നമ്മൾ നമ്മുടെ ലൈഫിൽ ഒരു സ്പേസ് ഇട്ട് വെക്കുക, പഠിക്കാൻ, പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, അറിയാത്ത കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഞാൻ പലപ്പോഴും പല പ്രോഗ്രാമിന് പോകുന്ന സമയത്തും പല പിള്ളേരും ഇപ്പൊ സോഷ്യൽ മീഡിയ ആണെങ്കിൽ അതിൽ കുറേ കാര്യങ്ങൾ കുറെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്. അപ്പൊ ഞാൻ അവരോട് ചോദിക്കുന്നത് എങ്ങനെയാ ചെയ്യുന്നത്, ഇതെങ്ങനെയാ നീ ഇത് ലേൺ ചെയ്തതെന്ന് ഞാൻ ചോദിക്കാറുണ്ട്. ഇപ്പൊ എൻ്റെ മാമൻ്റെ ഒരു മോനെ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും. ഇപ്പൊ പുതിയ വേർഡ്സ് ഒക്കെ വെച്ച് സംസാരിക്കുന്ന സമയത്ത് ഞാൻ ചോദിക്കാറുണ്ട്, ഇത് എവിടുന്നാ പഠിച്ചത്, ഇതെങ്ങനെയാ എനിക്ക് പഠിക്കാൻ പറ്റും, ഇങ്ങനെ അറിഞ്ഞതെന്ന് ഞാൻ ചോദിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ലൈഫിൽ ലേൺ ചെയ്യാനുള്ള ഒരു സ്പേസ് നിങ്ങൾ ഇടുവാണെങ്കിൽ, അതിപ്പം ഈ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ഞാൻ പറയുന്നത്, ലൈഫിലെ എക്സ്പീരിയൻസസ് കൂടെ ലേൺ ചെയ്യാന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ. അങ്ങനെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു ആവറേജിസ്റ്റ് എന്നുള്ള ഒരു കാര്യത്തിൽ നിന്ന് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു പൊസിഷനിലോട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ
ഒരു അഭിമാനം തോന്നുന്ന രീതിയിൽ ജീവിക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്കെല്ലാം തികഞ്ഞിട്ട് എല്ലാ കഴിവുകളും ലൈഫിൽ സക്സസ് ആയിട്ടുള്ള ആളുകളൊക്കെ ഇല്ലേ, ഇവരൊക്കെ എന്ന് വെച്ചാൽ ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള ആളുകളൊന്നും അല്ല. അവരൊക്കെ എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യത്തിൽ എഫേർട്ട് ഇടുന്ന, അല്ലെങ്കിൽ അവർക്ക് ഇല്ലാത്ത സ്കിൽസ് ആണെങ്കിലും ആ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്ന മനുഷ്യന്മാരാണ്. കൺസിസ്റ്റൻസിയും ഹാർഡ് വർക്കും ആണ് നിങ്ങളെ സക്സസ് ആക്കുന്നത്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എൻ്റെ ബുക്ക് എഴുതിയ സമയത്ത്, ഞാൻ ഈ ബുക്ക് എഴുതിയത് ഇതുവരെ നിങ്ങൾ വായിച്ചില്ലെങ്കിൽ മലയാളത്തിൽ പുറത്തിറങ്ങിയ ഏറ്റവും ബെസ്റ്റ് ബുക്കാണ് എൻ്റെ ബുക്ക് എന്ന് ഞാൻ എവിടെയും പറയില്ല. കാരണം എനിക്കറിയാം അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ ബുക്ക് എന്ന് പറയുന്നത് പല ബുക്കുമായിട്ടും കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിന് അതിൻ്റെതായിട്ടുള്ള ഡ്രോസ്, ലൈക്ക് എന്താ പറയുക, ഫ്ലോസ് ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ ഞാൻ ഈ ബുക്ക് എഴുതാൻ വേണ്ടിയിട്ട് ഞാനൊരു എഫേർട്ട് ഇടുന്നുണ്ടല്ലോ. ഞാൻ ഈ എഫേർട്ട് ഇട്ട്, ആ എഫേർട്ടാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത്. എന്നെക്കാളും കഴിവുള്ള ആളുകൾ മേ ബി പുറത്തുണ്ടാവും, പക്ഷെ അവരെക്കാളും എഫേർട്ട് ഞാൻ ഇടുന്നുണ്ട് എൻ്റെ കഴിവിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവരെക്കാളും ഹാർഡ് വർക്ക് ഞാൻ ചെയ്യുന്നുണ്ട് എവിടെയെങ്കിലും എത്തിപ്പെടാൻ വേണ്ടിയിട്ട്. സോ കഴിവുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ഒരാളും എവിടെയും എത്തിപ്പെടില്ല. കഴിവിൻ്റെ കൂടെ നിങ്ങൾക്ക് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാനും ലേൺ ചെയ്യാനും കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു കാര്യത്തിന് വേണ്ടി വർക്ക് ചെയ്യാനൊക്കെ ഉള്ള ഒരു മെന്റാലിറ്റി കൂടിയാണ് ഒരു പേഴ്സണെ സക്സസ്ഫുൾ ആക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ സ്റ്റെക്ക് ആയിട്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതൊക്കെ ഇരിക്കുവാണെങ്കിൽ, ആ ലേൺ ചെയ്യാനുള്ള ഒരു കാര്യം പഠിക്കുക. ഇപ്പൊ പലരും ജോലി കിട്ടുന്നില്ല, എനിക്ക് കാര്യമായിട്ട് ഒരു ജോലി ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്കറിയോ, ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് കിട്ടുന്ന പൈസ, ഒരു എഡിറ്ററിന് ഒരു 4000 രൂപ 5000 രൂപ ബേസ് ആയിട്ട് കിട്ടുന്നുണ്ട് ഒരു വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട്. ഇപ്പൊ ഒരു വീഡിയോ എഡിറ്റിംഗ് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ് എങ്ങനെ ഒരു കാര്യം പഠിക്കാന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ ഒരു വീഡിയോ എഡിറ്റിംഗ് പഠിച്ചിട്ട് നിങ്ങൾക്കൊരു വീഡിയോ എഡിറ്ററായിട്ട് മാറിക്കൂടാം? അപ്പൊ നമുക്ക് ഏൺ ചെയ്യാനുള്ള, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ സെൽഫായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മുടെ സിറ്റുവേഷൻസിനെ കംപ്ലയിൻറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഇന്ന കാര്യം കൊണ്ടാണ് ഞാനിത് ചെയ്യാത്തത് എന്നുള്ള കംപ്ലയിൻസ് ഒക്കെ മാറ്റി നിർത്തിയിട്ട് ലേൺ ചെയ്യുക, കുറച്ചുകൂടി ഹാർഡ് വർക്ക് ചെയ്യുക, കുറച്ചുകൂടി കൺസിസ്റ്റന്റ് ആയിട്ട് ഷോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അതാണ് ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് പഠിച്ചിട്ടുള്ളത്. ഇപ്പൊ എനിക്ക് എന്നെ നോക്കിയിട്ട്, നിമ്ന എന്നുള്ളൊരു പേഴ്സണെ നോക്കിയിട്ട് നിമ്ന എന്ന് അറിയുന്ന ഒരാളെ പോലും പറയില്ല ഷീ ഈസ് ലക്കി എന്ന്. ഐ എം നോട്ട് ലക്കി, ഐ വർക്ക് ഹാർഡ്. ലൈക്ക് ഞാൻ അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞാൻ എന്താണോ ആ ഒരു പൊസിഷനിലോട്ട് ഞാൻ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇതാണ് പറയാൻ ഉദ്ദേശിച്ചത്. ബീങ് ആവറേജ് ഇസ് ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് ഇതിലും ബെറ്റർ ആയിട്ടുള്ള ലൈഫ് നിങ്ങൾക്ക് കിട്ടണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾ വിശ്വസിക്കുക, കുറച്ചുകൂടി ലേൺ ചെയ്യുക. ആൻഡ് എപ്പോഴും എന്തെങ്കിലുമൊക്കെ നമ്മുടെ കുറവുകൾ അല്ലെങ്കിൽ നമ്മുടെ ഇല്ലായ്മകളെ കൂടെ മനസ്സിലാക്കിയിട്ട് അതിനെ ബെറ്റർ ആക്കാനുള്ള ഒരു എഫേർട്ട് എപ്പോഴും നിങ്ങളുടെ സൈഡിൽ നിന്ന് ഇട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വൺ ഡേ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ, മേ ബി നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാളും അപ്പുറമുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ബൈ.